ഇനി നമ്മൾ നോക്കുന്നത് ട്രസ്റ്റിഷിപ്പ് എന്ന ഗാന്ധിയുടെ ആശയമാണ്. ഇതുകൂടി പറഞ്ഞാൽ ഗാന്ധിയുടെ എല്ലാ ആശയങ്ങളും നമ്മൾ പറഞ്ഞു കഴിയും. എന്തായാലും നമ്മൾ ഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങളോടുള്ള സവിശേഷവും നൂതനവുമായ ഒരു സമീപനത്തെ പ്രതിനിധീകരിക്കുന്നു. മുതലാളിത്തത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും ഘടകങ്ങളെ സമന്വയിപ്പിക്കുന്നു. അതേസമയം സമ്പത്തിൻ്റെ വിതരണത്തിൻ്റെ ധാർമ്മികമായ മാനങ്ങൾ അതിൽ ഊന്നിപ്പറയുകയും ചെയ്യുന്നു. ഈ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്രം വിഭവങ്ങളെ ഒരു പൊതു ട്രസ്റ്റായി കണക്കാക്കുന്ന ആശയമാണ്. വ്യക്തികൾ കേവലം ഉടമകളെക്കാൾ അവിടെ ട്രസ്റ്റികളായിട്ടാണ് ഇവിടെ ഗാന്ധി കാണുന്നത്. ഇവിടെ വ്യക്തികൾക്ക് സമ്പത്തോ സ്വത്തോ ഉണ്ടായിരിക്കാം. അത് സ്വാർത്ഥമായി പൂഴ്ത്തിവെക്കാനോ ചൂഷണം ചെയ്യാനോ ആ വ്യക്തികൾക്ക് അവകാശമില്ലെന്ന് ഗാന്ധി പറയുന്നു. പകരം കൂട്ടായ ക്ഷേമത്തിനായി അവ ഉപയോഗിക്കുമെന്ന പ്രതീക്ഷയോടെ ഈ വിഭവങ്ങൾ സമൂഹം അവരെ ഏൽപ്പിക്കുന്നു. സമ്പത്തിൻ്റെ ഉടമ എളിമയുള്ള ജീവിതത്തിന് ആവശ്യമായത് മാത്രമേ അതിൽ നിന്ന് എടുക്കുകയുള്ളൂ. ബാക്കിയുള്ളത് സമൂഹത്തിൻ്റെ പ്രയോജനത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം സമത്വ വിതരണത്തിൻ്റെയും സാമൂഹ്യനീതിയുടെയും തത്വങ്ങളുമായിട്ട് യോജിപ്പിക്കുന്നു. സമ്പന്നരും അവശരായവരും തമ്മിലുള്ള വിടവ് നികത്താൻ ഇത് ലക്ഷ്യമിടുന്നു. കൂടാതെ നിലവിലുള്ള മുതലാളിത്ത വ്യവസ്ഥയെ കൂടുതൽ സമത്വ സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഉപാധിയായിട്ട്, അതിനുള്ള ആശയങ്ങളായിട്ട് ഗാന്ധി ഇതിനെ ഉയർത്തിക്കാട്ടുന്നു. സമ്പത്തിൻ്റെ ഉടമസ്ഥതയും ഉപയോഗവും സംബന്ധിച്ച നിയമനിർമ്മാണ നിയന്ത്രണങ്ങൾക്കായി അദ്ദേഹം വാദിക്കുന്നു. സമൂഹത്തിൻ്റെ ക്ഷേമത്തിൻ്റെ ചെലവിൽ അമിതമായ സമ്പത്ത് ശേഖരിക്കുന്നത് തടയാൻ പരമാവധി അതിൽ നിയമം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ട്രസ്റ്റിഷിപ്പിൻ്റെ പ്രയോഗത്തിൽ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അധസ്ഥിതർക്കായി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിനും വ്യക്തികളും കമ്മ്യൂണിറ്റികളും സഹകരിക്കുന്നു. ഈ ട്രസ്റ്റിഷിപ്പ് സംവിധാനത്തിൽ സഹകരിക്കുന്നു. ഈ സഹകരണ സമീപനം സമൂഹത്തിനുള്ളിലെ പരസ്പരാശ്രയത്തിനും പങ്കിട്ട ഉത്തരവാദിത്തത്തിനും ഊന്നൽ നൽകുന്നു. കൂട്ടായ ഉടമസ്ഥതയും ഐക്യദാർഢ്യവും വളർത്തുന്നു. ഗാന്ധിയുടെ ഈ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം കേവലം ഒരു സാമ്പത്തിക ആശയം മാത്രമല്ല, വിശാലമായ ദാർശനികവും ധാർമ്മികവുമായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. മനുഷ്യരുടെ അന്തർലീനമായ നന്മയിലും ധാർമ്മിക ശേഷിയിലുമുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. നിസ്വാർത്ഥ സേവനത്തിനും സഹജീവികളോടുള്ള അനുകമ്പയ്ക്കും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ഏതായാലും ഗാന്ധിയുടെ ഈ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം കൂടുതൽ മാനുഷികവും നീതിയുക്തവുമായ ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതിക്കാണ് അതാണ് മുന്നോട്ട് വെക്കുന്നത്. സമ്പത്തിൻ്റെ കാര്യത്തിലെ അസമത്വവും സാമൂഹ്യനീതിയുടെ ലംഘനവും സമകാലിക വെല്ലുവിളികളായിട്ട് നിലനിൽക്കുന്ന ഇക്കാലത്ത് ഈ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന സാമ്പത്തിക സംവിധാനം വലിയ ഒരു സാമ്പത്തിക മാത്രമല്ല, സാമൂഹ്യ രാഷ്ട്രീയ മാനങ്ങളുള്ള ഈ ഒരു വലിയ ഒരു ആശയം സമകാലിക ലോകത്ത് വലിയ പ്രസക്തിയുണ്ട്.